ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. ദൈവവചനം ആനുകാലിക ജീവിതത്തിൽ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ പങ്കുവെക്കുന്നത്. ദൈവവചനം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രി എന്ന ഈ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ച് ഇപ്പോൾ 851 വീഡിയോയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കേൾക്കുന്നവരെയും ഏറ്റെടുക്കുന്നവരുടെയും പറയുന്നവരുടെയും ജീവിതത്തിൽ ദൈവവചനത്തിൻ്റെ പ്രസക്തി എത്രമാത്രമാണെന്ന് നമുക്ക് മനസ്സിലാകും. എൻ്റെ ശുശ്രൂഷ ജീവിതം 35 വർഷമായി തകർന്ന് തരിപ്പണമായ അവസ്ഥയിൽ ആണ് ഞാൻ ഈശോയുടെ വചനത്തിലേക്ക് കടന്നു വന്നത്. പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നങ്ങളും ഒരു പ്രയാസവും ഒരു സങ്കടവും ഒരു കഷ്ടതയും ഉണ്ടായിട്ടില്ല എന്നല്ല, അവയുടെ മേലെല്ലാം വിജയം നൽകുന്ന ദൈവവചനത്തിൻ്റെ ശക്തി എന്നെ താങ്ങി നിർത്തുകയാണ്. അപ്പോൾ ഞാൻ അനുഭവിച്ചറിഞ്ഞ ഈ വചനം കിട്ടാത്ത അനേകർക്ക് വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ ഈ വചനം ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 851 വീഡിയോ ചെയ്യുമ്പോൾ സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയുടെ ക്ലാസ്സുകൾ, പ്രോഗ്രാം, വചനങ്ങൾ ഏറ്റെടുത്ത എല്ലാ മക്കൾക്കും പ്രേക്ഷിതർക്കും നന്ദി പറയുന്നതോടൊപ്പം നിങ്ങളെ വീണ്ടും വീണ്ടും ഓർക്കുമ്പോഴെല്ലാം നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയും നമുക്കങ്ങനെ പരസ്പരം പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒരു വചനത്തിന് വേണ്ടി കാത്തിരിക്കണമായിരുന്നു ഞങ്ങൾ ബ്രദറെ എന്ന് പറയുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കത് ഒത്തിരി മോട്ടിവേഷനാണ്. ബ്രദറെ, കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിൽ നിന്നൊരു സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞു രാത്രി 12:21 സമയം. അപ്പോൾ ഞാൻ പ്രസംഗിച്ചപ്പോൾ ഇപ്പോൾ 851 വീഡിയോ എന്ന് പറയുന്ന പോലെ ആ രാത്രി 12:21 വീഡിയോ ചെയ്ത സമയം, അദ്ദേഹം ഈ വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ലാത്ത ആൾക്കാർ, അന്ന് ആദ്യമായിട്ടാണ് അദ്ദേഹം ഈ പ്രോഗ്രാം കാണുന്നത്. അപ്പോൾ സമയം 12:21. അദ്ദേഹം ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ അവിടെയും 12:21. ഏതൊരു വീഡിയോ ചെയ്തപ്പോൾ ഉണ്ടായ അനുഭവമാണ്. അദ്ദേഹം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒത്തിരി അത്ഭുതം തോന്നി ബ്രദറെ എന്ന് മാത്രമല്ല, അതിൽ പറഞ്ഞ 3 വചനങ്ങൾ, അന്ന് 3 വചനങ്ങളാണ് പറഞ്ഞത്. ആ വചനം അദ്ദേഹം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഒത്തിരി ആന്തരികമായ ശക്തിയും സമാധാനവും പ്രത്യാശയും ലഭിച്ചു എന്ന് വിളിച്ചു പറഞ്ഞതോർക്കുകയാണ്. ഇതുപോലെ പല വീട്ടമ്മമാരും വിധവകളും ഉദ്യോഗസ്ഥരും ജോലി നഷ്ടപ്പെട്ടവരും വിദേശത്തുള്ളവരും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരും കിടപ്പ് രോഗികളും ഒരൊറ്റ വചനം മതി. ക്യാൻസർ രോഗി എഴുന്നേറ്റ് ഓടിയ സുഖപ്പെട്ട അവസ്ഥ, അവരെല്ലാം വചനം വെച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെയുള്ളൊരു ബന്ധമാണ് ഇതിലൂടെയുള്ളത്. യെരമ്യാ പ്രവചനം 17-ാം അധ്യായം 14-ാം വാക്യം ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റിയ, പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു വചനമാണ്. എന്താണ്? കർത്താവെ, എന്നെ സുഖപ്പെടുത്തണമേ, അങ്ങ് സുഖപ്പെടുത്തിയാൽ ഞാൻ സുഖപ്പെടും. എന്നെ രക്ഷിക്കണമേ, അങ്ങ് എന്നെ രക്ഷിച്ചാൽ ഞാൻ രക്ഷപ്പെടും. അങ്ങയിലാണ് എൻ്റെ പ്രത്യാശ. എത്ര നല്ല വചനമാണ്. അതുകൊണ്ട് എല്ലാ വിഭാഗക്കാർക്കുമുണ്ട്. ഇനി അയൽ ശത്രുത, ഒരു സഹോദരി പറഞ്ഞ അതിനുള്ള വചനമുണ്ടോ? ബൈബിളിലുണ്ടോ ശത്രുത കഴിയാൻ? ഉണ്ട്. എസെക്കിയേൽ 28:24 ഇസ്രായേൽ ജനത്തിൻ്റെ അയൽവാസികളിൽ ആരും ഇനിമേൽ കുത്തുന്ന മുൾപടർപ്പോ ആയിരിക്കുകയില്ല. ഈ വചനം വെച്ചങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് മുഖ്യമന്ത്രിയുടെ അടുത്ത് വരെയും പരാതി എത്തിയ പോലീസ്, കളക്ടർ, ഇനി എത്താത്ത വകുപ്പൊന്നുമില്ല. തീരാതെ കടന്ന അയൽ വഴക്കും പ്രശ്നവും കേസും അവസാനിക്കാൻ അത്ഭുതകരമായിട്ട് വഴികൾ തെളിഞ്ഞു കിട്ടി എന്ന് വന്ന് സാക്ഷ്യപ്പെടുത്തിയത് ഓർക്കുകയാണ്. അതുപോലെ വിദേശ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ആണെങ്കിൽ സങ്കീർത്തനം 2:8 നീ എന്നോട് ചോദിക്കുക, ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി നൽകും, ഭൂമിയുടെ അതിർത്തികൾ വരെ നിനക്ക് അധീനമാകും. ആള് വിദേശത്തിരിക്കുന്നു, നാട്ടിലെ വീട് സ്ഥലം 9 വർഷമായിട്ട് വിൽക്കാൻ പറ്റാതെ കുരുക്കുമുറിയ പോലത്തെ അവസ്ഥ. അപ്പോൾ ഈ യൂട്യൂബിലൂടെ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ വിളിച്ചു, ബ്രദറെ ഏത് വചനം പ്രാർത്ഥിക്കണം? സങ്കീർത്തനം 147:15 പ്രാർത്ഥിക്കാൻ പറഞ്ഞു. കർത്താവ് ഭൂമിയിലേക്ക് കൽപ്പനകൾ അയക്കുന്നു, പായുന്ന വചനത്തിൻ്റെ ശക്തി കടന്നു വരും. വെറും 20 ദിവസം പ്രാർത്ഥിച്ചു. 6 ദിവസത്തെ ലീവിന് വന്ന് നാട്ടിൽ വന്ന് കച്ചവടം ഫുൾ മണി കൊടുത്ത് രജിസ്ട്രേഷൻ എടുത്തിട്ട് സ്ഥലം കച്ചവടം, വീടും കൂടെ കച്ചവടം നടന്ന് കാടും കയറി കിടന്നതായിരുന്നു പറഞ്ഞു. അപ്പോൾ
കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ 13 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ല, ലേറ്റ് മാരേജുമാണ്. തീർന്നില്ലേ കഥ? ആർക്കാ കുഴപ്പം, എന്താ പ്രശ്നം, കൊച്ചായില്ലേ, എവിടെ പോയാലും ചോദിക്കുന്ന. അവർ വന്ന് ഉള്ളുരുക്കി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കാൻ പറഞ്ഞു കൊടുത്ത ഒരു വചനം, പ്രധാന വചനം ഇതാ, ലൂക്ക 1:25. മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ അവിടുന്ന് എന്നെ കടാക്ഷിച്ച് എനിക്ക് ഇത് ചെയ്തു തന്നിരിക്കുന്നു. ദേ കിടക്കണ് കൊച്ച്, നല്ല മിടുമിടിക്കായിട്ട് ഓടി നടക്കണ്. ആൻമരിയ കുഞ്ഞിൻ്റെ പേര്. കർത്താവ് ഇതാ അവരുടെ വാർദ്ധക്യത്തിൽ അല്ലെങ്കിൽ ലേറ്റായി നടന്ന കല്യാണവും 13 വർഷം അതിനുശേഷം കുഞ്ഞുങ്ങളില്ലാതിരുന്നവർക്ക് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിച്ചു. ഏത് കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ യെശയ്യാ 54:13, നിൻ്റെ പുത്രരെ ഞാൻ പഠിപ്പിക്കും, അവർ ശ്രേയസ്സാർജിക്കുകയും ചെയ്യും. യെശയ്യാ 59:21 ഇതുപോലെ പ്രാർത്ഥിക്കാവുന്ന. എൻ്റെ വചനം നിൻ്റെ മക്കളിൽ നിന്ന് അവരുടെ മക്കളിൽ നിന്ന് ഞാൻ എടുത്തു മാറ്റുകയില്ല. ഇത് പറഞ്ഞു പ്രാർത്ഥിക്കുന്നവന് കൊച്ചിനെ കൊടുക്കാതിരിക്കാൻ, പേരക്കൊച്ചിനെ കൊടുക്കാതിരിക്കാൻ കർത്താവിന് പറ്റുമോ? അവരെ അനുഗ്രഹിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ വചനം വെച്ച് പ്രാർത്ഥിക്കാം. കുടുംബനാഥന്മാർ, അപ്പന്മാർ പ്രാർത്ഥിക്കുമ്പോൾ 128 സങ്കീർത്തനവും 112 സങ്കീർത്തനവും വായിച്ച് പ്രാർത്ഥിക്കുക. അമ്മമാർ പ്രാർത്ഥിക്കുമ്പോൾ യെശയ്യാ 44, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ 44, 3, 4 വചനം വെച്ച് പ്രാർത്ഥിച്ചോ. മക്കളുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവിനെ അയക്കും. കാരണം ദൈവവചനം ഇതാ യോഹന്നാൻ 6:63 പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. അതുകൊണ്ട് മൃതപ്രായമായ, പ്രാർത്ഥിച്ചിട്ടും കേൾക്കാതെ കിടക്കുന്നത് പോലെ തോന്നുന്ന അല്ലെങ്കിൽ മരവിച്ച് കിടക്കുന്ന അവസ്ഥകൾ, അവിടെയെല്ലാം ദൈവവചനം കടന്നു വരും. കഴിഞ്ഞ ദിവസം ഒരു ഡീക്കൻ, ഒരു വൈദിക പട്ടത്തിന് പഠിക്കുന്ന ഒരു ഡീക്കൻ, ബ്രദറെ ഏത് വചനം പ്രാർത്ഥിക്കണമെന്ന് ചോദിച്ചു. ഒരു പ്രത്യേക കാര്യങ്ങൾ പറഞ്ഞിട്ട് അപ്പോൾ പ്രാർത്ഥിക്കാനുള്ള വചനങ്ങൾ ഇട്ടുകൊടുത്തു. ഒരു സിസ്റ്റർ ചോദിച്ചു, ഇതാ ഞങ്ങളുടെ പ്രൊവിൻഷ്യലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു കൊടുക്കാൻ ഒരു വചനം പറഞ്ഞു. കയ്യിൽ ബൈബിൾ ഇല്ലാഞ്ഞിട്ടല്ല, ബൈബിൾ അറിയാഞ്ഞിട്ടല്ല, പക്ഷെ പ്രാർത്ഥിച്ചു കൊടുത്ത വചനം പറഞ്ഞു കൊടുത്ത് അത്ഭുതകരമായിട്ട് ആ അമ്മയ്ക്ക്, ആ മദറിന് രോഗശാന്തി കിട്ടി എന്ന് അമ്മയായിട്ട് എനിക്കൊരു പരിചയമില്ല, പക്ഷെ എന്നെ വിളിച്ച് പറഞ്ഞു, നിങ്ങളാണ് ഷൈജു ബ്രദർ? അതെ. അപ്പോൾ നിങ്ങളുടെ ഒരു സിസ്റ്റർ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അപ്പോൾ ബ്രദർ പ്രാർത്ഥിക്കാൻ റോമ 16, 19, 20 വചനം പറഞ്ഞു കൊടുത്തായിരുന്നു. അത് വെച്ച് പ്രാർത്ഥിച്ചു, രോഗശാന്തി കിട്ടിയെന്ന്. അതുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ നടക്കും, അതിൽ സംശയമുള്ള കാര്യമൊന്നുമില്ല. തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ 2 തിമോത്തി 3:15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, യേശുക്രിസ്തുവിലൂടെയുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നതിന് നിന്നെ ജ്ഞാനിയാക്കാൻ വിശുദ്ധ ലിഖിതങ്ങൾ നീ ബാല്യം മുതൽ പഠിച്ചിട്ടുള്ളതാണല്ലോ. എന്താണ്? ബാല്യം മുതൽ പഠിച്ചിട്ടുള്ളതാണ്. ബാല്യം മുതൽ പഠിക്കേണ്ട കാര്യമാണ് ദൈവത്തിൻ്റെ വചനം. വിശുദ്ധ ലിഖിതങ്ങൾ നീ ബാല്യം മുതൽ പഠിച്ചിട്ടുള്ളതാണല്ലോ. വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. അവിടെ മനുഷ്യൻ്റെ കളിയല്ല. ഇതാ പറയുന്ന ആൾ അല്ലെങ്കിൽ വ്യക്തികൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങളെല്ലാം മാറി മറിഞ്ഞിരിക്കും. പക്ഷേ പറയുന്നത് ദൈവവചനമാണോ? വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. നമ്മുടെ 500 നോട്ട് എടുത്താൽ, 200 നോട്ട് എടുത്താൽ, 100 നോട്ട് എടുത്താൽ ഇതാ അതിൽ റിസർവ് ബാങ്ക് ഗവർണറുടെ ഒപ്പവും ഗവൺമെൻറ് നിശ്ചയിച്ചിരിക്കുന്ന ആ കണ്ടൻസ് എല്ലാം അതിലുണ്ട്. ഇതൊന്നും ഇല്ല എങ്കിൽ അത് കള്ള നോട്ടാണ്. അപ്പോൾ ദൈവവചനത്തിൽ എന്തുണ്ട്? അവൻ ദൈവനിവേശിതമാണ്, ദൈവത്തിൻ്റെ മുദ്രയാണ്, ദൈവത്തിൻ്റെ കയ്യൊപ്പാണ്, ദൈവത്തിൻ്റെ ജീവനാണ്, ദൈവത്തിൻ്റെ ആത്മാവാണ് അതിലുള്ളത്. അവ പ്രബോധനത്തിനും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 1 പ്രബോധനം, പഠിപ്പിക്കാൻ. 2 ശാസനം, തെറ്റ് തിരുത്താനായിട്ട്. ശാസനത്തിനും തെറ്റു തിരുത്താൻ, ശാസിക്കേണ്ടത് ശാസിക്കും, ശിക്ഷിക്കേണ്ടത് ശിക്ഷിക്കും, തെറ്റു തിരുത്തലിനും. അപ്പോൾ 35 വർഷം മദ്യപാനിയായ വ്യക്തി ദൈവവചനം കേട്ടപ്പോൾ ഡോക്ടറെ അടുത്തുകൊണ്ടുപോയി, സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തുകൊണ്ടുപോയി, സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി, ഇനി മരുന്നും മന്ത്രവും കൊണ്ടുപോകാത്ത സ്ഥലങ്ങളൊന്നുമില്ല. പക്ഷേ ദൈവവചനം അദ്ദേഹത്തെ സ്പർശിച്ചപ്പോൾ ഇതാ ദുശീലങ്ങളുടെ അടിമത്തങ്ങളെല്ലാം തകർന്നൊരു പുതിയ വ്യക്തി, പുതിയ ജീവിതമായി തീർന്നു. അപ്പോൾ ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനം, ഏത് കാര്യത്തിനും പരിശീലനം ആവശ്യമാണ്.
ഇപ്പോൾ ജിമ്മിൽ പോകുന്നവർ, കരാട്ടയ്ക്ക് പോകുന്നവർ, കളരിക്ക് പോകുന്നവർ എന്ത് ചെയ്യും? അതിൽ പരിശീലിക്കുമ്പോഴാണ് അവർക്ക് വിജയം, അത് സ്വായത്തമാവുന്നത്, വിജയം ലഭിക്കുന്നത്. ഇതുപോലെ ദൈവവചനം എഴുതി പറഞ്ഞ് പഠിച്ച് ആത്മശോധന ചെയ്ത് അത് പരിശീലിക്കണം, പരിശീലനത്തിന് ഉപകരിക്കുന്നു. ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു. നല്ല പ്രവൃത്തികൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് ദൈവവചനം പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും. 2 തിമോത്തി 3:15-17 വരെ. വീണ്ടും ഹെബ്രായർ 4:12 പറയുന്നു, ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ച് കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. അപ്പോൾ ഈ 851 എപ്പിസോഡ് അദ്ദേഹത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രേരണ തരുന്നത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നതും ദൈവവചനത്തെക്കുറിച്ച് തന്നെ പറയാൻ ഈ എപ്പിസോഡ് സെലക്ട് ചെയ്തെടുത്തതും. ഇത്രയും വചനങ്ങൾ, ഇത്രയും വിഷയങ്ങൾ ഇതാ ചുറ്റിയടിച്ച് ഈ വചനം ലോകത്തിൻ്റെ അതിർത്തികൾ വരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെ നിന്നെല്ലാം ആളുകൾ വിളിക്കുന്നു. ഇസ്രായേലിൽ നിന്ന് വിളിക്കുന്നു, ഇറ്റലിയിൽ നിന്ന് വിളിക്കുന്നു, USA നിന്ന് വിളിക്കുന്നു, ജർമ്മനിയിൽ നിന്ന് വിളിക്കുന്നു, ഓസ്ട്രേലിയയിൽ നിന്ന് വിളിക്കുന്നു, കേരളത്തിനകത്തും പുറത്തുനിന്നും വിളിക്കുന്നു, ഡൽഹിയിൽ നിന്ന് വിളിക്കുന്നു, ഉത്തർപ്രദേശിൽ നിന്ന് വിളിക്കുന്നു, മധ്യപ്രദേശിൽ നിന്ന് വിളിക്കുന്നു, തിരുവനന്തപുരത്തു നിന്ന് വിളിക്കുന്നു. ഇപ്പം നാളെ തിരുവനന്തപുരത്തു നിന്ന് പ്രാർത്ഥിക്കാൻ വന്ന് പോയ, വചനം പറഞ്ഞു കൊടുത്ത് പോയ അവർ നേരിട്ട് കണ്ട് അവരുടെ സന്തോഷം പറയാനായിട്ട് വരികയാണ്. അപ്പോൾ യൂട്യൂബിലൂടെ വചനം കേട്ട് പ്രാർത്ഥിച്ചവരാ വിദേശത്ത് ജോലി കിട്ടി, ഇൻ്റർവ്യൂ പാസ്സായി, ഇങ്ങനെയുള്ള സന്തോഷ വാർത്തകൾ. കാരണം അവരിങ്ങനെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഇത്ര വലിയ കാര്യമാണ്. പക്ഷേ ഒരുപാട് തവണ പരാജയപ്പെട്ട, ഒത്തിരി ശ്രമിച്ചിട്ടും കിട്ടാതെ പോയ, മടുത്തിരിക്കുന്നവർക്കൊക്കെ ദൈവം ഒരു അത്ഭുതകരമായ ഓപ്പണിംഗ് കൊടുക്കുന്നുവെന്ന് അവർ വെളിപ്പെടുത്തുന്നത് ദൈവവചനം കേൾക്കാൻ, പറഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ തടസ്സങ്ങളെല്ലാം മാറിപ്പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് 2 പത്രോസ് 1:20 പറയുന്നു, ആദ്യം നിങ്ങൾ ഇത് മനസ്സിലാക്കുവിൻ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളോട് പറയാം, വിശുദ്ധ ലിഖിതത്തിലെ പ്രവചനങ്ങൾ ഒന്നും തന്നെ ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിനുള്ളതല്ല, തോന്നുംപടി പറയാനുള്ളതല്ല, അത് കളി തമാശക്കുള്ളതല്ല. ഇതാ ദൈവത്തിൻ്റെ ആത്മാവിനാൽ തിരുസഭയ്ക്കും തിരുസഭയുടെ പാരമ്പര്യത്തിനും വചനം വ്യാഖ്യാനിക്കാൻ പാരമ്പര്യം കൂടിയേ തീരും. ഇതൊക്കെ ഞാൻ പഠിക്കാനിടയായത് കാറ്റീസ് അധ്യാപകനായിട്ട് സേവനം ചെയ്ത നാളുകളിൽ കിട്ടിയ പഠനവും അറിവാണ്. ഞാനിതൊന്നും ഒരു സെമിനാരിയിൽ പോയി പഠിച്ചിട്ടില്ല. പക്ഷേ ദൈവത്തിൻ്റെ കൃപയാൽ സെമിനാരിൽ പോയി ദൈവവിളിക്ക് ക്യാമ്പ് എടുക്കാനും വൈദിക സന്യസ്ത അല്ലെങ്കിൽ സമർപ്പിതർ അവരുടെ ശുശ്രൂഷയിൽ പോയി നൈറ്റ് വിജിലിന് പ്രസംഗിക്കാനൊക്കെയുള്ള പല പ്രോഗ്രാമുകൾക്ക് പ്രസംഗിക്കാനുള്ള അവസരങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നു. എനിക്ക് നാണം തോന്നിയിട്ട് വയ്യ. കാരണം വൈദിക വിദ്യാർത്ഥികളും വൈദികരും വചനങ്ങൾ ഇന്ന് കുറിച്ചെടുക്കുന്നു, പറയുന്ന വചനങ്ങൾ പറയുന്നു. നമ്മൾ വലിയ ആളാണെന്ന് പറയാൻ വേണ്ടിയല്ല, ദൈവത്തിൻ്റെ വചനം നമ്മളിങ്ങനെ വന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇതാ മുന്നിലിരിക്കുന്ന വ്യക്തികൾ ഉന്നതരും പണ്ഡിതന്മാരും ജ്ഞാനികളും വിദ്യാസമ്പന്നരും. പക്ഷേ ഈ ഭോഷനെ ദൈവം തിരഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ വചനമുള്ളത് കൊണ്ടാണ് അവരുടെ എല്ലാം മുമ്പിൽ നിർത്തി വചനം പറഞ്ഞു കൊടുക്കുക. അങ്ങനെ നിരവധി അവസരങ്ങൾ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലൊരു വ്യക്തിയുമായിട്ട് ഇതുപോലെ സംസാരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരാണെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ്. വചനം ആവശ്യമില്ലാത്ത ആരുമില്ല. അദ്ദേഹത്തിൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിപ്പിച്ചതാണ്. അപ്പോൾ അവിടെ എല്ലാം. മറ്റൊരിക്കൽ ഒരു സഹോദരി ഇതുപോലെ ഇവിടെ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, മാഡം ആരാണ്? അതൊക്കെ ബ്രദറായിരുന്നു. അവസാനം ഒരു IAS കാരിയാണ് തൊട്ട് മുമ്പിൽ നിൽക്കുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ വചനം ആവശ്യമില്ലാത്ത ആരും ഇല്ല. ദൈവവചനം നമ്മുടെ ജീവിതത്തിന് ഒഴിച്ചുകൂടാവാൻ ആവാത്തതാണ്. യേശുവിന് ജാതിയും മതവും ഒന്നുമില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. വചനം അനുസരിച്ച് ജീവിക്കണം. യാക്കോബുസ്ലിഹയുടെ ലേഖനം 1:21-22. ചിലരിങ്ങനെ ഇതിലെ കൂടെ കേട്ട് അതിലെ കൂടെ പോകും. അങ്ങനെ പോകാനുള്ളതല്ല. നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരും ആയിരിക്കും. അപ്പോൾ അതായത് ലൂക്ക 1:35 പരിശുദ്ധാത്മ സ്വീകരിച്ച വചനം, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. പരിശുദ്ധ അമ്മയിൽ ആവസിച്ചതുപോലെ വചനം നമ്മളിൽ മാംസം ധരിക്കണം. വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം.
വചനം നമ്മളിൽ മാംസം ധരിക്കണം. ഇപ്പം 127 സങ്കീർത്തനം 2-ാമത്തെ വാക്യം, കർത്താവിൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോഴും അവർക്ക് വേണ്ടത് അവിടുന്ന് പ്രദാനം ചെയ്യുന്നു. ഉത്കണ്ഠയും ആകുലതയും ആങ്സൈറ്റിയൊക്കെ ഉള്ളവർ ഈ വചനം ഒന്ന് പറഞ്ഞു അവർക്ക് വേണ്ടത് അവിടുന്ന് പ്രദാനം, എനിക്ക് വേണ്ടത് അവിടുന്ന് പ്രദാനം ചെയ്യും. ദൈവമേ, ഏത് വഴി കൂടെയാണ് തെളിഞ്ഞു വരുന്നതെന്ന് അറിയില്ല. ഒരുപാട് കടവുമായിട്ട് വന്ന കുടുംബം, നിയമാവർത്തനം 28:12 പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. നിനക്ക് കടം വാങ്ങേണ്ടി വരികയില്ല, നീ അനേകർക്ക് കടം കൊടുക്കും. ബ്രദറെ, ഇപ്പം ഇത്ര ലക്ഷം രൂപ കടമുണ്ടെന്ന് പറഞ്ഞു. അവർ 15 ലക്ഷം രൂപ കടം. 15 ലക്ഷമല്ലേ ഉള്ളൂ ബ്രദർ, എന്താ ഇത്? ഞങ്ങളുടെ കടമല്ലേ ബ്രദറിന് തമാശ പോലെ പറഞ്ഞാൽ മതി. പക്ഷേ കടമെല്ലാം മാറി പണം കൂടിയിട്ട് അവസാനം തല്ലുകൊടുത്തു പോയി. ആ അവസ്ഥയിലേക്ക് വഴികൾ തുറന്ന് കിട്ടി. അപ്പോൾ വിശ്വസിക്കണം, നിനക്ക് കടം വാങ്ങേണ്ടി വരികയില്ല, നീ അനേകർക്ക് കടം കൊടുക്കുമെന്ന് ദൈവവചനം പറഞ്ഞാൽ. ഒരു സഹോദരി നടുവേനൊക്കെ വേണ്ടി ഒരു അമ്മ വിളിച്ച് മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എസെക്കിയേൽ 37 പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എസെക്കിയേൽ 37:7 ഒരു മാസത്തോളം പ്രാർത്ഥിച്ചു. ഒന്ന് നേരിട്ട് കാണണമെന്നും പറഞ്ഞ് വിളിച്ചു. അങ്ങനെ കാണാനിടയായി, പോയി വന്നു, കണ്ട് അവിടെ പോയി പ്രാർത്ഥിച്ചു. ഇനി ഞങ്ങൾ ഏത് വചനം പ്രാർത്ഥിക്കണം? വീട്ടിലെ അവസ്ഥകൾ പറഞ്ഞു. വീടിൻ്റെ ഒരു ഫിനിഷിംഗ് ആയിട്ട് വീടിൻ്റെ ഇതൊന്ന് കാട് കയറി കിടക്കുന്ന, വെട്ടവും വെളിച്ചമില്ല, കയറി കിടക്കുന്ന അവസ്ഥ. അപ്പോൾ പറഞ്ഞു, ചേട്ടന് ബ്രദറിൻ്റെ ശുശ്രൂഷ ഒത്തിരി ഇഷ്ടപ്പെട്ടു, ഇങ്ങനെയുള്ള കാര്യത്തിനൊന്നും ഇതല്ല ആളല്ല, ദൈവത്തിന് നന്ദി, പ്രൈസ്, ഒന്നും ഇഷ്ടപ്പെടാത്ത ആളാണ്. അപ്പോൾ ചേട്ടനാ പറഞ്ഞ ഒന്ന് വന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചു. മകളുടെ കല്യാണത്തിന് വേണ്ടി എന്തു ചെയ്യുമെന്ന് ചോദിച്ചിരുന്ന അവസ്ഥ, വിചാരിക്കാത്ത വഴികളെല്ലാം കടം മേടിക്കാത്ത രീതിയിൽ തെളിഞ്ഞു കിട്ടി. അത്ഭുതകരമായിട്ട് കല്യാണവും നടന്നു. വീടിന് വെട്ടവും വെളിച്ചവും എല്ലാം വന്നു. എസെക്കിയേൽ 37 തന്നെ പിന്നെയും വായിച്ചോളാൻ പറഞ്ഞു. ആ അധ്യായം, അസ്ഥികളുടെ താഴ്വര. പ്രാർത്ഥിച്ചു ഒരു റീബിൽഡിങ്, ഒരു പുതുക്കി പണിയപ്പെടൽ ആ കുടുംബത്തിൽ നടന്നു. അപ്പോൾ കല്യാണം നടക്കാത്തവരുണ്ട്. യെശയ്യാ 34:16 പ്രാർത്ഥിക്കാൻ പറഞ്ഞു കൊടുത്തു. ഈ നവംബർ മാസം കൂടെ ഉണ്ട് കല്യാണം, 2 എണ്ണം ഉണ്ട്. വചനം പറഞ്ഞു കൊടുത്ത് വചനം വെച്ച് പ്രാർത്ഥിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല. ഏത് കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ ഉൽപ്പത്തി 2:18 വിവാഹത്തിന് വേണ്ടി, മനുഷ്യനേകനായിരിക്കും നല്ലതല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ. ആ കൂട്ടത്തിൽ കൂടെ പെണ്ണില്ല, ആണില്ല, പ്രായം ഇത്രയായി, ഇത്രയും നാളായിട്ട് നടന്നില്ല. ദൈവത്തോർത്ത് പറഞ്ഞുകൊണ്ടിരിക്കില്ല, അവിശ്വാസത്തിൻ്റെ വാക്ക് പറയല്ലേ, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. ഉൽപ്പത്തി 2:18. ആര് നൽകും? 3 തരും, ബ്രോക്കർ തരും, ബ്യൂറോക്കാർ തരും, രജിസ്റ്റർ ചെയ്തവർ തരും? അല്ല. മാതാപിതാക്കൾ തരും? അല്ല. ദൈവം തരും. 42 വയസ്സായ സഹോദരൻ ഇപ്പം ഒരു കൊച്ചായി. 42 വയസ്സായ ഒരു കൊച്ച്. ഞാൻ പറഞ്ഞു, ഞാൻ നിൻ്റെ കല്യാണം കൂടും എന്ന് പറഞ്ഞു. എന്നിട്ട് പോയി കൂടേണ്ടി വന്നു. പ്രൈസലോ, വിട്ടില്ല. ഹല്ലേലൂയ. ഇപ്പോൾ ഒരു കൊച്ചായി. 42ാമത്തെ വയസ്സിൽ കല്യാണം നടന്നു. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ. ദൈവവചനത്തിൽ അങ്ങ് വിശ്വസിക്കുക. ഈ അടുത്തൊരു കുടുംബം, ഹഗ്ഗായി 2:1-9 വചനം. ഹഗ്ഗായി 2:1-9 ഈ യൂട്യൂബിൽ ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ വചനം വെച്ച് വീടിന് വേണ്ടി, നിയമാവർത്തനം 1:33, ഹഗ്ഗായി 2:1-9 ഒക്കെ വെച്ച് പ്രാർത്ഥിച്ചു. 25 വർഷമായിട്ട് വീടില്ലാത്ത ആ കുടുംബത്തിന്, അവർ കേരളത്തിന് പുറത്തായിരുന്നു താമസം. ബ്രദറെ, ഞങ്ങൾ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നൊക്കെയാണ് പറഞ്ഞത്. അവർ പറഞ്ഞു, ഞങ്ങളുടെ രജിസ്ട്രേഷനും എല്ലാം കഴിഞ്ഞു, വന്നില്ലെങ്കിലും നടന്നല്ല, വിളിച്ച് പറഞ്ഞു. ഇപ്പം ഞങ്ങൾ വിളിച്ച് പറയുന്നു, ഞങ്ങൾ വന്ന് നേരിട്ട് കണ്ട് എല്ലാ കാര്യവും പറയുമെന്ന് പറഞ്ഞു. കയ്യിൽ 10 പൈസ ഇല്ലാത്ത അവസ്ഥയായിരുന്നു. പക്ഷേ ആ വചനം എല്ലാ ദിവസവും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിച്ച് അവർക്ക് കേരളത്തിൽ ഒരു ഭവനം, കോട്ടയം ഡിസ്ട്രിക്റ്റിൽ ഒരു ഭവനം ഈശോ കൊടുത്തു. അതുപോലെ വിൽപ്പനയിലെ തടസ്സങ്ങളെല്ലാം മാറിപ്പോകും. സാമ്പത്തിക പ്രശ്നങ്ങൾ, പ്രഭാഷകൻ 11:21, അതുപോലെ യെശയ്യാ 45:2-3 ബ്ലോക്കുകൾ, തടസ്സങ്ങൾ മാറാൻ, അത് വഴിവിട്ടു പോയത്, കാണാതെ പോയത് കണ്ടു കിട്ടാൻ, വ്യക്തികൾ തിരിച്ചു വരാൻ. യെശയ്യാ 43:5-6 വചനം വെച്ച് പ്രാർത്ഥിക്കുക. ഫിലിപ്പിയർ 4:19-20 സമ്പന്നത, അഭിവൃദ്ധി, ഉയർച്ച. ഈ വചനം തന്നെ അപ്പോൾ പറയും, ഇത് കുറേ കേട്ടതാ, ഇത് പറഞ്ഞതാ, അറിഞ്ഞതാണ്. വിശ്വസിക്കുക. ഹെബ്രായർ 4:2 പറയുകയാണ്, അവർ കേട്ട വചനം, അത് പറയുന്നവർക്കുള്ളതാണ്, അവർക്ക് പ്രയോജനപ്പെട്ടില്ല, കാരണം അവരതിൽ വിശ്വസിച്ചില്ല. വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. വിശ്വാസം വേണം. കുറേ ധ്യാനേന്ദ്രത്തിൽ പോയി അത് ചെയ്തു, ഇത് ചെയ്തു, ഇനി പോകാത്ത സ്ഥലമൊന്നുമില്ല, അടുത്തതിനി അവിടെ പോകണോ, ഇവിടെ പോകണോ, ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ ധ്യാനകേന്ദ്രമല്ല, ദൈവമാണ്, ദൈവത്തിൻ്റെ വചനമാണ് രക്ഷ. അത് ഞാൻ തള്ളിക്കറിഞ്ഞു. ഞാൻ ധ്യാനകേന്ദ്രങ്ങളിൽ പോയി വചനം പറയുന്ന ക്ലാസ് എടുക്കുന്ന വ്യക്തിയാണ്. ഇപ്പോൾ അടുത്ത ദിവസം ആലപ്പുഴ IMS പ്രശാന്ത് അച്ഛൻ്റെ കൂടെ തപസ് ധ്യാനത്തിന് ആന്തരിക സുഖത്തിൻ്റെ ക്ലാസ്സും ആരാധനയുണ്ട്. ഈ മാസാദ്യ വെള്ളിയാഴ്ച തുടങ്ങി തിങ്കളാഴ്ച തീരും.
അപ്പോൾ അതിൽ ഞായറാഴ്ച ദിവസമാണ് എനിക്ക് അച്ഛൻ ക്ലാസ് തന്നിരിക്കുന്നത്. ഞായറാഴ്ച രാവിലെ 6:30 തൊട്ട് ഉച്ച 12 മണി വരെയുള്ള സെക്ഷനിൽ 12 വരെയുള്ള സെക്ഷനിലുണ്ടാവും, ക്ലാസ്സും ഉണ്ട്, വചനമുണ്ട്. അപ്പോൾ ധ്യാനേന്ദ്രം വേണ്ട, ക്ലാസ് വേണ്ടെന്നല്ല. നമ്മളൊക്കെ ഈ വചന ശുശ്രൂഷകരൊക്കെ ആയിത്തീർന്നത് നേരെ ഇന്ന് ഇച്ചിരി വചനമൊക്കെ പഠിച്ച് കഴിയുമ്പോൾ അച്ഛനെയും ധ്യാനകേന്ദ്രത്തിനെയും പള്ളീനെയും വികാരിനെയൊക്കെ അളക്കുന്നവരുണ്ട്. പ്ലീസ് ദൈവത്തോർത്ത് അത് ചെയ്യല്ലേ. എൻ്റെ അഭിഷിക്തരെ തൊട്ടു പോരുന്ന സങ്കീർത്തനം 105:15 പറയുന്നത്. അതുകൊണ്ട് അച്ഛനെയും കന്യാസ്ത്രീനെ സഭേനെ അളക്കാനല്ല ദൈവവചനം ദൈവം നിൻ്റെ ജീവിതത്തിൽ തന്നത്. നമ്മളെ തന്നെ പുതുക്കി പണി. ഇവിടെ കുറവില്ലാത്ത ആരുമില്ല. നമ്മുടെ ജീവിതത്തിലുമില്ല എന്തോരം കുറവുകൾ. അവരെയൊക്കെ ബഹുമാനിക്കുക. അച്ഛന്മാരിൽ കൂടെയും ധ്യാനകേന്ദ്രത്തിൽ കൂടെയും പള്ളിക്കൂടെയൊക്കെ അല്ല വചനം കിട്ടി ഇത്തിരി എന്തോ ആയി എന്നുള്ള ഒരു വിചാരം. എളിമപ്പെടുക. ഹൃദയവിചാരത്തെ എളിമപ്പെടുന്നവരെ ആ ദൈവം ഉയർത്തുന്നത്. അഹങ്കരിക്കുന്നവരെ ചിതറിക്കൂന്നല്ലേ വചനത്തിൽ പറഞ്ഞത്. അപ്പോൾ വചന ശുശ്രൂഷകർക്ക്, വചനം പഠിക്കുന്നവർക്ക് ഉണ്ടാകേണ്ട ഏറ്റവും വലിയ കാര്യം ഇതാണ്. ആ ധ്യാനേന്ദ്രത്തിൻ്റെ ആൾ, ഈ ധ്യാനേന്ദ്രത്തിൻ്റെ ആൾ, ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ ആൾ, മറ്റേ പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ ആൾ, ഇവരെ കണ്ടുകൂടാ, അവരെ കണ്ടുകൂടാ. ഇതാണ് ദൈവാരൂപി. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മളിലുണ്ടോ? എന്നോടൊരാൾ പറഞ്ഞു, ബ്രദർ അട്ടപ്പാടി പോയിട്ടുണ്ടോ? വർഷങ്ങൾക്ക് മുമ്പ് ചോദിച്ചാൽ. ഞാനപ്പോൾ ഒരു ശുശ്രൂഷയിൽ അവരെന്നെ പ്രോഗ്രാമിന് വിളിച്ചിട്ട് ആ ബസ്സിൽ വചനം പ്രഘോഷിക്കണം. അത് കഴിഞ്ഞ് ധ്യാനേന്ദ്രത്തിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെയും വചനം പറഞ്ഞ് ആരാധന നയിക്കണം. അപ്പോൾ അതിലെ സംഘാടകനെ ചോദിക്കും, ബ്രദർ അട്ടപ്പാടി പോയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ല. എന്നാൽ പിന്നെ ബ്രദറിൻ്റെ ജീവിതം പോയി, ജീവിച്ചിട്ട് കാര്യമില്ലെന്ന്. പ്രൈസല്ലോ. കുറേ വർഷം കഴിഞ്ഞ് ഞാനിപ്പോൾ അയാളെ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ഇപ്പം അട്ടപ്പാടി പോകണില്ലേ എന്ന് ചോദിച്ചു. അട്ടപ്പാടി കൊള്ളൂല്ലെന്നല്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ പറഞ്ഞു, ഇപ്പം അവിടെ നിന്ന് പോയ വണ്ടിയൊന്നും പോകണില്ല, ആൾക്കാരൊക്കെ കൃപാസനത്തിലും അവിടെ ഇവിടെ ആളുകളിങ്ങനെ ഓട്ടോ അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അല്ല ചേട്ടാ, അട്ടപ്പാടി പോയില്ലേ ജീവിതം പോകില്ലേ എന്ന് ചോദിച്ചു. പുള്ളിക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ആ ധ്യാനേന്ദ്രത്തിൽ പോയതുകൊണ്ട് ഈ ധ്യാനേന്ദ്രത്തിൽ പോകാത്തത് കൊണ്ട് ഒന്നും ആരെ അളക്കണ്ട. ഈ പ്രാർത്ഥന ഗ്രൂപ്പിൽ വന്നില്ലെങ്കിൽ 1 കൊറിന്തോസ് 3:3 പറയുകയാണ്, അസൂയയും തർക്കവും നിങ്ങളിൽ നിലനിൽക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരും സാധാരണക്കാരുമല്ല. ധ്യാനകേന്ദ്രത്തിൻ്റെ പൗലോസ് നട്ടു, അപ്പോളോസ് നനച്ചു, പൗലോസ് പറയുന്നുണ്ട്. പക്ഷേ പൗലോസിൻ്റെ അപ്പോളോസിൻ്റെ ആണ്, ക്രിസ്തുവിൻ്റേതാണ് ഞാനും നിങ്ങളും. അപ്പോൾ വചനത്തിനനുസരിച്ച് ഉടമ്പടി ചെയ്തില്ലെങ്കിൽ പോയി എന്നുള്ള കാര്യം. കഴിഞ്ഞ ദിവസം ആരോ വിളിച്ചിട്ട് ചോദിച്ചു, ഞാൻ ഉടമ്പടി ഇത്ര പ്രാവശ്യം ചെയ്തു, ഇനി വണ്ടി പോകാൻ വണ്ടിക്കാശും ഇല്ല, എനിക്ക് ഇതാണ്, ഇല്ലെങ്കിൽ വല്ല ശാപവും കിട്ടുമോ? കൊള്ളാല, ഉടമ്പടി അതിനുള്ളതാണ്. ഇതാരാ നിങ്ങളോട് പറഞ്ഞു തന്നത്? അതൊരു പ്രാർത്ഥനാ രീതിയാണ്. ഉടമ്പടി ചെയ്തില്ലെങ്കിൽ ഇനി ശാപം കിട്ടുമെന്ന്. ഇത് ദൈവദത്തമാണോ? മന്ത്രവാദമാണോ ഇത്? അപ്പോൾ ഇങ്ങനെയുള്ള അവിശ്വാസങ്ങളെല്ലാം നമ്മുടെ ദുർബല ഹൃദയരാകാതെ യാക്കോബ് 1:7-8 പറയുന്നു, സംശയമനസ്കനും എല്ലാ കാര്യങ്ങളെയും ചഞ്ചലപ്രകൃതിയ ഒരുവന് ദൈവത്തിൽ നിന്ന് ഒന്നും കിട്ടുകയില്ല. ചഞ്ചലപ്രകൃതി, ഇളക്കം, സംശയമനസ്ഥിതി മാറ്റണം. ദൈവവചനത്തനുസരിച്ച് ജീവിക്കണം. വചനം എവിടെയായിരുന്നാലും നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ വചനം ഇറങ്ങി വരും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. അതിന് സൗകര്യപ്രദമായ ചില സംവിധാനങ്ങളും സ്ഥലങ്ങളും, ഇപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ പോലെ ലോകത്തെ ഏറ്റവും പ്രാർത്ഥിക്കാൻ പറ്റിയ ഏറ്റവും നല്ല 2 സ്ഥലങ്ങളെക്കുറിച്ച് മനോരമ പത്രത്തിലൊക്കെ ഉണ്ടായതാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ ഇതാണ്, പോട്ട മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തെക്കുറിച്ച്. അപ്പോൾ പക്ഷേ വേറെ പലതും വരുമ്പോൾ അവിടെയൊക്കെ പോയതാണ്, അത് കൂടിയതാണ്. വേറെ പല സ്ഥലങ്ങളിലേക്കും പലരും ഓടിക്കൊണ്ടിരിക്കുക. ഇപ്പോഴും നല്ലത് തന്നെ. എൻ്റെ ഭാര്യയും മൂത്ത മകളും കൂടെ ഈ അടുത്ത നാളിൽ എവിടെ ഞാൻ പറയും, മുരിങ്ങൂർ പോയിക്കൂടും, അതല്ലേ തറവാട്. അപ്പോൾ അങ്ങനെ അവർ പോയിക്കൂടി ഒത്തിരി സന്തോഷത്തോടെ, ഒത്തിരി അഭിഷേകത്തോടെ. രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് പോരാത്തതിന് ഇപ്പോൾ 100% ഫ്രീയാണ്. മുരിങ്ങൂരായാലും ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിലായാലും ധ്യാനമൊക്കെ ഫ്രീയാണ്. 10 പൈസ വേണ്ട, വണ്ടിക്കാശ് മാത്രം മതി. ഇത്രയും 5 ദിവസത്തെ ഭക്ഷണവും കഴിച്ച് താമസവും നല്ല ഭംഗിയായിട്ടുള്ള താമസവും കഴിഞ്ഞ് ധ്യാനവും കൂടി ദൈവത്തിന് നന്ദിയും പറഞ്ഞ് പൊടിയും തട്ടിയിട്ട് സന്തോഷത്തോടെ പോകണം. നല്ല സന്തോഷത്തോടെ. പൈസ കൊടുക്കാത്തതിൻ്റെ സന്തോഷമല്ല, അത് തന്നെ കൊടുത്തു പോകും. ഇത്രയും നല്ല ശുശ്രൂഷ നടക്കുമ്പോഴേക്കും ബാക്കി എന്തെല്ലാം കാര്യത്തിന് നമ്മൾ കാശ് വാരി വിതറുന്നു, അല്ലെങ്കിൽ ദൂരം തൂർത്തടിക്കുന്നു, ചിലവഴിക്കുന്നു. അത് കൊടുത്താലും ഒരു ദോഷവും വരാൻ പോണില്ല. കൊടുത്തില്ലെങ്കിലും ഇല്ലാത്തവൻ കൊടുക്കണ്ട, ഉള്ളവർ കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ വചനം കേൾക്കണം, വചനം പഠിക്കണം. വീണ്ടും അപ്പോൾ വചനം കേൾക്കുന്ന യാക്കോബ് 1:22 കേൾക്കുന്ന ആത്മവഞ്ചരാകാതെ അത് അനുവർത്തിക്കുന്നവരും കൂടെ ആയിരിക്കും. വീണ്ടും 1 യോഹന്നാൻ 1:1 ആദ്യം മുതൽ ഉണ്ടായിരുന്നത് ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു.
ഷൈജു ബ്രദറിനും അതേ പറയാമല്ലോ, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിനെ കരയുന്ന, ഒന്നിലും ധൈര്യമില്ലാത്ത വീട്ടിലെ കടിഞ്ഞു പൊട്ടൻ എന്ന് പറഞ്ഞ ആളായത്. ഇത് എന്നെക്കുറിച്ച് കടിഞ്ഞു പൊട്ടൻ എന്നാണ് പറഞ്ഞു വെച്ചാൽ. ദൈവമേ, ഇതെങ്ങനെ ഞങ്ങളുടെ കാലം കഴിഞ്ഞാൽ ജീവിക്കുമെന്ന് മാതാപിതാക്കൾ പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഒന്നിനും ധൈര്യമില്ല, ശക്തിയില്ല, എല്ലാത്തിനും അനിയനെയും കൂട്ടിക്കൊണ്ട് പോകണം, അനിയൻ ചെയ്താലേ ശരിയാവുള്ളൂ. അങ്ങനത്തെ ഒരു നാളുകൾ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ വചനം പരിശുദ്ധാത്മാവും നിറഞ്ഞപ്പോൾ ഇതാ ദൈവം നമ്മുടെ ജീവിതം അടിമുടി രൂപാന്തരപ്പെടുത്തി. അപ്പോൾ ഇതാണ് ദൈവത്തിൻ്റെ ശക്തി. പ്രഭാഷകൻ 42:15 പറയാണ്, കർത്താവിൻ്റെ പ്രവൃത്തികൾ വചനം വഴി നിറവേറ്റപ്പെടുന്നു എന്ന്. വചനം വഴി നിറവേറ്റപ്പെടുന്നു. അപ്പോൾ കർത്താവിൻ്റെ പ്രവൃത്തിയാണ് വചനം പ്രഘോഷണം നടക്കുമ്പോൾ, വചനം പറയുമ്പോൾ, വചനം കേൾക്കുമ്പോൾ എല്ലാം നിറയപ്പെടുന്നത്. റോമ 9:6 പറയുന്നുണ്ട്, ദൈവവചനം ഒരിക്കലും പരാജയപ്പെടുകയില്ല, വചനം നിറവേറും. അതുകൊണ്ട് വിശ്വസിക്കുക. നമ്മുടെ അവസ്ഥ എന്തായിരുന്നാലും, എത്ര വലിയ പ്രതിസന്ധിയിലായിരുന്നാലും, എന്തെല്ലാം പ്രശ്നത്തിലൂടെ കടന്നു, ആത്മഹത്യാപരമായ അവസ്ഥകളാണോ, ഡോണ്ട് ഡു, ആവശ്യമില്ലാത്ത ചെയ്യരുത്, ചിന്തിക്കരുത്. ഇതാ തൊട്ടടുത്ത് തന്നെ അനുഗ്രഹം നിൽപ്പുണ്ട്. അനുഗ്രഹത്തിൻ്റെ വാതിൽ പ്രാർത്ഥിച്ച് വിശ്വാസം വഴി തുറക്കുക. മുട്ടുവിൻ തുറക്കപ്പെടുമെന്ന, ചോദിപ്പിൻ തരപ്പെടും, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും. മത്തായി 7:7. സങ്കീർത്തനം 119:130 പറയുന്നുണ്ട്, ദൈവവചനത്തിൻ്റെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു. പ്രൈസലോ. കഴിഞ്ഞ ദിവസം ഒരു ജേക്കബ് എന്ന് പറഞ്ഞ സഹോദരൻ പറഞ്ഞ ഇതാണ്, ബ്രദറെ, ഞാൻ ബ്രദറിൻ്റെ ശുശ്രൂഷയിൽ വരുന്നതിൻ്റെ പ്രധാന കാരണം ധാരാളം വചനം തരും. ഞാൻ ഒത്തിരി സ്ഥലത്ത് പോയതും പോകുന്നതുമാണ്. അപ്പോൾ ഒരു SP അല്ല കേട്ടോ, സ്വയം പൊക്കാൻ വേണ്ടിയല്ല, എനിക്കതേ പറയാനുള്ളൂ. ദൈവവചനം അല്ലാതെ ഒന്നുമില്ല. നിങ്ങൾ എന്നെ കേൾക്കുന്നതും ഒരു വീഡിയോക്ക് വേണ്ടി കാത്തിരിക്കുന്നതും പലരും ഇവിടെ പ്രാർത്ഥിക്കാൻ വരുന്നതും പല സെൻറ്ററുകളിൽ എന്നെ ശുശ്രൂഷകൾക്ക് വിളിക്കുന്നുണ്ടെങ്കിൽ ഷൈജു ബ്രദർ മിടുക്കനായതുകൊണ്ടല്ല, ദൈവവചനം കൊടുക്കുന്നത് കൊണ്ടാണ്. ഇതാ ഒന്ന് വിളിച്ച് രണ്ടാമത്തേന് വചനം ഇല്ലെങ്കിൽ അവർ പറയും, ഓ ആ പുള്ളീനെ വിളിച്ചിട്ട്, ആ ബ്രദറിനെ വിളിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഒരു വചനം ഇല്ല എന്ന് പറയും. പ്രൈസ്തലോ, ഹല്ലേലൂയ. വചനമുള്ളവർ നശിച്ചു പോവുകയില്ല, വചനമുള്ളവർ അഭിവൃദ്ധി പ്രാപിക്കും. 119:130 സങ്കീർത്തനം നേരത്തെ പറഞ്ഞതാ. അങ്ങനെ വചനത്തിൻ്റെ ചുരുൾ അഴിയുമ്പോൾ പ്രകാശം പരക്കും. പ്രൈസ്തലോ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, ദൈവമേ ആരാധന, ആബാപിതാവേ ആരാധന, പരിശുദ്ധാത്മാവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവവചനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന് പ്രവർത്തിച്ചത് ദൈവവചനമാണ്. വചനമാണ് അന്ധൻ്റെ കണ്ണു തുറന്നത്, വചനമാണ് ചെകിടൻ്റെ കാതു തുറന്നത്, വചനമാണ് വിശ്വഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നു, എഫാത്ത ഊമൻ്റെ നാവിൻ്റെ കെട്ടഴിച്ചു. വചനമാണ് മരിച്ച ലാസറിനെ ഉയർപ്പിച്ചത്. തലിത്തക്കും, ബാലിക എഴുന്നേൽക്കൂ. ബാലിക സുഖപ്പെട്ടത്, ജീവിച്ചത് ദൈവവചനത്തിൻ്റെ ശക്തിയാണ്. മർക്കോസ് 5:36 ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. യായിറുസിൻ്റെ കൊച്ചുമകളെ ഉയർപ്പിച്ച ദൈവത്തിൻ്റെ വചനം, ഇന്നും ജീവിക്കുന്ന വചനം. യോഹന്നാൻ 1:1 ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, അവിടത്തെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല. ശുശ്രൂഷാ ജീവിതത്തിൽ ഒത്തിരി ക്യാൻസർ രോഗികൾ, അല്ലെങ്കിൽ മാരകമായ രോഗങ്ങൾക്ക് അടിപ്പെട്ടവർ, വൈദ്യശാസ്ത്രം വേണ്ട, മരുന്ന് വേണ്ട, ചികിത്സ വേണ്ട, ഇതെല്ലാം പരാജയപ്പെട്ട, രക്ഷയില്ലെന്ന് പറഞ്ഞ കേസുകളൊക്കെയാണ് പലരും വരുന്നത്. ഒത്തിരി വ്യക്തികൾ, അത്രയും ആളുകൾ ദൈവം സുഖപ്പെടുത്തിയ, വചനം കേട്ട് സുഖപ്പെട്ട, വന്ന് പ്രാർത്ഥിച്ചപ്പോൾ സുഖപ്പെട്ട, ഇന്നും ജീവിക്കുന്ന, ഹെബ്രായർ 13:8 യേശുക്രിസ്തു ഇന്നലെ ഇന്നും എന്നും ഒരാൾ തന്നെയാണ്. ഇന്നും ജീവിക്കുന്ന ഈശോ സുഖപ്പെടുത്തിയ നാനാജാതി മതസ്ഥരായ ഒത്തിരി മക്കളുണ്ട്. അവിടെ എല്ലാം ദൈവവചനമാണ് പ്രവർത്തിക്കുന്നത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഇത് സ്വന്തമാക്കാൻ സാധിക്കും. യേശുവെ, ഞാൻ ഈ വചനത്തിൽ വിശ്വസിക്കുന്നു, അങ്ങയുടെ വചനം അയക്കണേ. ഉറക്കമില്ലാത്തവർക്ക് പ്രാർത്ഥിക്കാൻ പറഞ്ഞു കൊടുത്തു. സങ്കീർത്തനം 3:5-6 ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു, ഞാൻ അവിടുത്തെ കരങ്ങളിലാണ്. ദൈവവചനമാണ്, അത് പറഞ്ഞു പ്രാർത്ഥിച്ച് അത്ഭുതം നടക്കും. അകാരണമായ ഭയം, സങ്കീർത്തനം 34:7 ദൈവഭക്തിന് ചുറ്റും മാലാഖമാർ പാളയമടിച്ച് സംരക്ഷിക്കുന്നു. ആരും ഇല്ലെന്നുള്ള തോന്നൽ മാറിപ്പോകും. പുറകെ കൂടെ നടന്ന് എന്തൊക്കെയോ ചെയ്ത് കിട്ടുന്ന അനുഭവം ഉണ്ടാകും. മാലാഖമാരുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അത് ദൈവവചനം പറഞ്ഞു പ്രാർത്ഥിക്കുക, ദൈവവചനം ഓർത്ത് പ്രാർത്ഥിക്കുക, ദൈവവചനം എഴുതി വെച്ച് പ്രാർത്ഥിക്കുക. ആവശ്യമായതെല്ലാം നമുക്ക് കിട്ടും. അതുകൊണ്ട് ഈ ശുശ്രൂഷയിലൂടെ 851 എപ്പിസോഡ് ഈ വചനം എല്ലാവർക്കും പ്രയോജനകരമായി
തീരട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കും. പരീക്ഷകളിൽ വിജയിക്കും. സങ്കീർത്തനം 20:5, 1 കൊരിന്ത്യർ 15:57, നെഹമ്യ 2:20 വിജയത്തിൻ്റെ വചനങ്ങളാണ് ഇതൊക്കെ. പരീക്ഷാ വിജയം, IELTS, OET, മക്കളുടെ പഠനങ്ങൾ, വിജയം, വചനം വെച്ച് പ്രാർത്ഥിക്കും. 1 കൊരിന്ത്യർ 15:57, സങ്കീർത്തനം 20:5 പ്രാർത്ഥിക്കും. ഫിലിപ്പിയർ 4:13 എന്നെ ശക്തനാക്കുന്നതിലൂടെ എല്ലാം ചെയ്യാൻ സാധിക്കും. ശക്തനാക്കുന്നത് ഈ വചനമാണ്. ഈ വചനം എന്നിലും നിങ്ങളിലും മാംസം ധരിക്കണം. ഭാര്യയിലും ഭർത്താവിലും ധരിക്കണം. ഒരു കുടുംബത്തിൽ ഒരു വ്യക്തിയിൽ വന്നാൽ മതി. മക്കളിൽ വന്നാൽ അത് കുടുംബത്തിലേക്ക് സ്പ്രെഡ് ചെയ്യും. മാതാപിതാക്കളിൽ വന്നാൽ മക്കളിലേക്ക് വന്നുകൊള്ളും. കുടുംബം വിശുദ്ധീകരിക്കപ്പെടും. വിശ്വസിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ മാതാവേ, ഇന്ന് വചനത്തെക്കുറിച്ച് കേൾക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവശക്തി ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കട്ടെ. ഞങ്ങളെ പുതുക്കി വാർക്കണമേ. ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ. ദുശീലങ്ങളിൽ നിന്ന് മോചനം നൽകണമേ. ഞങ്ങളുടെ ഹൃദയത്തെ അങ്ങ് രൂപാന്തരപ്പെടുത്തണമേ. വചനം ഞങ്ങളിൽ മാംസം ധരിക്കട്ടെ. പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറഞ്ഞാലും ഇതാ കർത്താവിൻ്റെ ദാസി എന്ന അമ്മ സമർപ്പിച്ചതുപോലെ മാതാവിനോടൊപ്പം ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ പലയിടത്തും പോയി പലതും കേട്ടു, പലതും ചെയ്തു. ഇപ്പോൾ ഹൃദയം മടുത്തും മരവിച്ചും അസ്വസ്ഥപ്പെട്ടിരിക്കുകയാണ്. കർത്താവ് നിന്നെ തൊടുന്നു മകനെ. ചിരസുമുതപാദമരാ ശക്തി വീശിയടിക്കട്ടെ. കർത്താവ് അനേക വർഷങ്ങളായുള്ള പല തടസ്സങ്ങൾ, ഹൃദയം മരവിച്ച അവസ്ഥയാണ്, അതെല്ലാം മാറിക്കിട്ടട്ടെ. സാക്ഷ്യപ്പെടുത്താൻ തക്ക രീതിയിൽ ഈ കമൻസിലേക്ക് സാക്ഷ്യങ്ങൾ അയക്കാൻ ഇടയാകും. ഈശോ പറയുന്നു, സാക്ഷ്യങ്ങളാണ്, അല്ലെങ്കിൽ ഞാനിങ്ങനെ പ്രസംഗിക്കത്തുമില്ല, നിങ്ങളിത് കേൾക്കത്തുമില്ല. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവശക്തിയുടെ പ്രവർത്തനം നിങ്ങളിൽ തുടങ്ങിക്കഴിഞ്ഞു. ഉള്ളിൽ എന്തെങ്കിലും വെറുപ്പോ വൈരാഗ്യമോ അശുദ്ധിയോ എന്തെങ്കിലും വിട്ടുകൊടുക്കാനുണ്ടെങ്കിൽ അതെല്ലാം ക്ഷമിക്ക്. ദൈവനാമത്തെ പ്രതി വിട്ടുകൊടുക്ക്. മാറ്റം വരുത്ത്. മിണ്ട്, ചിരിക്ക്, പ്രാർത്ഥിക്ക്. നിങ്ങളുടെ മുഖം പ്രകാശിക്കും. അവിടുത്തെ നോക്കി പ്രകാശിതരായി എന്നാണ് സങ്കീർത്തനം 34:5. വചനം നിങ്ങളുടെ ഉള്ളിൽ ജ്വലിക്കുമ്പോൾ നിങ്ങളുടെ മുഖം പ്രകാശിക്കും. ശത്രുമിത്രമായി മാറും. ശത്രുതയുടെ കെട്ടുകൾ അഴിയും. സങ്കീർത്തനം 23:5-6. ശത്രുക്കളുടെ മുമ്പിൽ അവിടുന്ന് നിങ്ങൾക്ക് വിരുന്നൊരുക്കും. എനിക്ക് വിരുന്നൊരുക്കും, നിങ്ങൾക്ക് വിരുന്നൊരുക്കും. എവിടെ നാണം കെട്ടോ, ആര് നിങ്ങളെ ചവിട്ടിത്താഴ്ത്താൻ നോക്കുക, അവരുടെ മുന്നിൽ നിന്നെ തന്നെ ആവശ്യമാണ്, നിങ്ങളാണെല്ലാം എന്ന് പറയുന്ന രീതി ദൈവം ഉയർത്താൻ പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനം കേൾക്കുന്ന വ്യക്തി കർത്താവെ സുഖപ്പെടട്ടെ. തളർന്നു കിടക്കുന്ന രോഗി സൗഖ്യപ്പെട്ടെങ്കിൽ തളർന്നു കിടക്കുന്ന രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു കൊടുക്കാൻ യേശയ്യാ 40, 29, 30 പറഞ്ഞു കൊടുത്ത് ഭാര്യ അടുത്തിരുന്ന് പറഞ്ഞ് അന്തിയും പറഞ്ഞു കൊടുത്ത് പ്രാർത്ഥിച്ചു. തളവാത രോഗി എഴുന്നേറ്റ് ഓടി സുഖപ്പെട്ടു. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചാൽ മതി. ഒരു തളവാത രോഗിയും കൊണ്ട് പൊക്കിക്കൊണ്ട് കുറേ പേര് വന്നു. ബന്ധുക്കളൊക്കെ എതിരായിരുന്നു, കാരണം അക്രൈസ്തവനാണ്. ഇവിടെ കൊണ്ടുവരുന്നതിനെതിരായിരുന്നു, കാരണം മരുന്നിന് കൊണ്ടുപോകാം, മരുന്നെല്ലാം കഴിഞ്ഞ് കൊണ്ടുവന്നാൽ ഇനി അവിടെ കൊണ്ടുപോകാം, ഇവിടെ കൊണ്ടുപോകാം. രോഗി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, പറയാൻ പോലും പറ്റുന്നില്ല, എനിക്ക് അവിടെ പോയാൽ മതി, കാരണം ഇവിടെ വന്ന ക്യാൻസർ സുഖപ്പെട്ട ഒരു വ്യക്തിയുടെ അനുഭവം അവിടെ വന്നിരുന്നു പറഞ്ഞിരുന്നു. അങ്ങനെ ആ രോഗി സുഖപ്പെട്ട് ഇപ്പോൾ ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ. കുഞ്ഞുങ്ങളുണ്ടാകത്തേ ഇല്ല എന്ന് പറഞ്ഞിരുന്ന അവസ്ഥകൾ. ഒരു ഓവറിയേ ഉള്ളൂ, ഇനി ഒന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞാൽ കൊച്ചു അവിടം പഠിച്ച് അവിടം വരെ എത്തി. കൊച്ചു മിടുമിടുക്കനായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്നെ കൊണ്ടൊന്നും കൊള്ളത്തില്ല, പറ്റത്തില്ല, നിൻ്റെ ജീവിതം പോയി, നിൻ്റെ കുടുംബം മാത്രം ഇങ്ങനെയെന്ന് നിന്നെ കളിയാക്കിയവരുടെ മുമ്പിൽ ദൈവം ഇതാ മകനെ, മകളെ, സഹോദര, സഹോദരി, അപ്പച്ച, അമ്മച്ചി നിങ്ങളെ ഉയർത്താൻ പോകുന്നു. മരവിപ്പൊക്കെ കളയി, ഒന്ന് സന്തോഷത്തോടെ ഇരിക്ക്. ശ്വാസമൊക്കെ ഒന്ന് വലിച്ച് വിട്, നടുവൊക്കെ ഒന്ന് നിവർത്ത്, രോഗക്കിടക്കയിൽ നിന്ന് എഴുന്നേക്ക്. ഈ വചനം കേൾക്കുന്ന രോഗികൾ യേശുനാഥിൽ സൗഖ്യപ്പെടട്ടെ. ഇതാ നിങ്ങൾക്ക് ഒരു സ്പർശനം കിട്ടുന്നുണ്ടെങ്കിൽ, ഇത് കിട്ടിയാൽ ദൈവത്തിൻ്റെ ശക്തി അവരിലും പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുള്ളവർ നിങ്ങൾ ഷെയർ ചെയ്യുക. അവർ വിശ്വസിക്കുക, കളിയാക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ. ദൈവത്തിൻ്റെ വചനമാണ്. ഇത് കടന്നു പോകുകയില്ല, ഇത് മാറിപ്പോവുകയില്ല, ഇതെന്നും നിലനിൽക്കുന്നതാണ്. ദൈവത്തിൻ്റെ വചനം ഫലമണിക തന്നെ ചെയ്യും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, ദൈവമേ ആരാധന. ഹല്ലേലൂയ. യേശയ്യാ പ്രവചനത്തിൽ 55-ാം അധ്യായത്തിൽ ഇത്രയും സമയം പറഞ്ഞ കാര്യങ്ങളുടെ ആകത്തുക ഇവിടെയുണ്ട്. 10 മുതലുള്ള വാക്യങ്ങൾ. മഞ്ഞും മഴയും ആകാശത്ത് നിന്ന് വരുന്നു, അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു. അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ. അത് ഫലരഹിതമായി തിരിച്ചു വരികയില്ല. എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും
അങ്ങനെ തന്നെ. വളരെ പ്രധാനപ്പെട്ട വചനം യെശയ്യാ 55:11. എൻ്റെ ആദരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ. യെശയ്യാ 55:11 വചനത്തിൻ്റെ അഭിഷേകം അത് അങ്ങനെ തന്നെ. അത് ഫലരഹിതമായി അത് തിരിച്ചു വരികയില്ല. അനേകം വർഷങ്ങളായ കെട്ടുകൾ അഴിയും. കുടുംബത്തിൽ നിന്ന് നിനക്ക് കിട്ടാതെ പോയി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പുതുവഴികൾ തുറന്നു തരും. മനുഷ്യരിൽ നിന്ന് കിട്ടാത്തത് നീ വിചാരിക്കാത്ത വ്യക്തികളിലൂടെ, വഴികളിലൂടെ ദൈവം നിൻ്റെ കുടുംബത്തിനും തലമുറയ്ക്ക് തരും. നിന്നെ പറ്റിച്ചവരുടെ മുമ്പിൽ, നിനക്കെതിരെ നുണ പറഞ്ഞവരുടെ മുമ്പിൽ, നിന്നെ നഷ്ടത്തിലാക്കിയവരുടെ മുമ്പിൽ ദൈവം നിന്നെ ഉയർത്താൻ പോകുന്നു. വിശ്വസിക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും. ഇതാ കർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ കർത്താവിൻ്റെ ആ പറഞ്ഞ കാര്യം നിറവേറുക തന്നെ. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും. വെറുതെ ചെയ്യുകയല്ല, വിജയപ്രദമായി. യെശയ്യാ 55:11 വചനം. അസ്ഥികൾക്ക് ബലം കിട്ടട്ടെ കർത്താവെ. അനേക വർഷങ്ങളായിട്ടുള്ള കൈക്കുള്ളിലുള്ള, അനേക നാളുകളായിട്ടുള്ള കൈക്കുള്ളിലുള്ള വേദന മാറിപ്പോട്ടെ. വിട്ടുമാറാത്ത ആ മൈഗ്രെയിൻ, തലവേദന, സൈനസ്, കഫം പഴുക്കൽ, യേശുവിൻ്റെ രക്തം സൈനസിലേക്ക്, ആ ശിരസ്സുവിൻ്റെ ഓരോ സെല്ലുകളിലേക്കും വന്ന് നിറയട്ടെ. ഇൻഫെക്ഷൻ ഉണ്ട്, കാലിലെ ഉണങ്ങാത്ത മുറിവ് ഇപ്പോൾ സൗഖ്യപ്പെടട്ടെ. അലർജികളുള്ളവരുണ്ട് കർത്താവ്, യേശുവിൻ്റെ രക്തത്താൽ ഇവർ ഇപ്പോൾ സൗഖ്യപ്പെട്ടു. ഇവർ വിശ്വസിക്കട്ടെ. വചനം ഫലരഹിതമായി പോവുകയില്ല. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി അത് ചെയ്യും. ഈ ഒറ്റ കാര്യം ദൈവമേ ഇവരുടെ ഹൃദയങ്ങളിൽ പതിപ്പിക്കണമേ. അത് പതിച്ചിറങ്ങട്ടെ, അത് തറച്ചിറങ്ങട്ടെ. ദൈവവചനത്തിൽ അടങ്ങാത്ത തീഷ്ണത, അടങ്ങാത്ത വിശ്വാസം, അടങ്ങാത്ത ലഹരി ഇവർക്ക് കിട്ടട്ടെ. മറ്റുള്ളവർ കളിയാക്കിയാലും പുച്ഛിച്ചാലും ചവിട്ടിത്താഴ്ത്തിയാലും നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം, വചനം, യേശു സത്യമാണെന്ന് അവരും വിശ്വസിക്കാൻ, അവരും ഏറ്റു പറയാൻ അങ്ങ് മഹത്വം എടുക്കണമേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ശംശയായിക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങളുടെ സാക്ഷ്യങ്ങൾ കമൻസിൽ അയക്കണം. പ്രാർത്ഥനാ വിഷയങ്ങൾ അയക്കുക. ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത്, കമൻറ്റ് ചെയ്ത് ശുശ്രൂഷകളിൽ പങ്കുകാരാകും. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർ ചെയ്യേണ്ട. തുടർന്നുള്ള വീഡിയോകൾ കിട്ടാൻ ആഗ്രഹമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശംശയായിക്ക് സ്തുതിയായിരിക്കും.